മലയാള സിനിമയിലെ പശ്ചാത്തല സംഗീതത്തെ രണ്ടായി വിഭജിക്കാം. ജോൺസൺ എന്ന പ്രതിഭയ്ക്ക് മുൻപും ശേഷവും. പശ്ചാത്തല സംഗീതത്തിന് ദേശീയ അവാർഡ് 2 തവണ നേടിയ ആളാണ് അദ്ദേഹം. കളകളമൊഴി പ്രഭാതമായി കുളിരാനായിതാ കളകളമൊഴി പ്രഭാതമായി കുളിരാനായിതാ മലയാള സിനിമയിലെ പശ്ചാത്തല സംഗീത രംഗത്ത് ഏറ്റവും വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന ആള് ജോൺസേട്ടനാണ്. അല്ല, അത് ഒരു കണക്കിൽ ശരിയാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് എഫക്ട്സിന് ഇത്ര ഡീറ്റെയിൽസ് ഇല്ല അന്ന്. അതും എനിക്കൊരു കാരണമായി തോന്നി. അപ്പോൾ ഒരു റീല് തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഫില്ല് ചെയ്ത് തോന്നുന്നുണ്ട്. അങ്ങനെയായിരുന്നു കാലഘട്ടം. കാരണം ഇത്രയും പ്രിസിഷനായിട്ട് ഇതായിട്ട് എഫക്ട്സ് വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒന്നുമില്ല. എൻ്റെ ഓർമ്മയിൽ വൈരം എന്ന് പറഞ്ഞ ഒരാൾ ഡയറക്റ്റായിട്ട് റീല് കണ്ടിട്ടാണ് അവിടെ തിയേറ്ററിൽ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ എഫക്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. മണി ശബ്ദമായാലും ശരി, പശുകറിയാലും ശരി, ഇയാളുടെ അടുത്തൊരു കുടുംബം നടത്താനുള്ള സാധനങ്ങളുണ്ടാവും. 3-4 ട്രങ്ക് വെട്ടി അതിൽ ഇത് അടുത്ത ടേപ്പ് റെക്കോർഡിൽ ക്ലീന ശബ്ദം മറ്റൊരു. അല്ലാണ്ട് ഇന്നത്തെ പോലത്തെ ഒരു പ്രീമിക്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആ ഒരു കാരണത്തിൽ ഇത് ഏകദേശം ഔട്ട് ആൻഡ് ഔട്ട് ഫുൾ ലെങ്ത്തിലും ചിലപ്പോൾ ആലോചിച്ച ഒരു ലോജിക്കും കാണില്ല. അപ്പം ഞാൻ വരുമ്പോഴേക്ക് അത് കുറച്ചും കൂടി എഫക്ട്സിന് കുറച്ചും കൂടി ഡീറ്റെയിൽസ് വന്നു. അത് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയ ഒരു ആസ് എ മ്യൂസിക് ഡയറക്ടർ ഗുണം. അപ്പം നമ്മൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന് ആൾക്കാർ വിളിച്ച് പറയണത്, ആ കൊലവിളി ഒന്നും നിർത്തണമെന്ന്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിനായി പറയണേ, എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഞാനാണെങ്കിൽ ആ കൊലവിളി ഒന്നും നിർത്താൻ പറ്റുമോ. ചിലപ്പോൾ വളരെ ക്ലീനായിട്ട് അറിയേണ്ട മാറ്റർ ആയിരിക്കും 2 ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നത്. അതിൻ്റെ പുറത്തും വെച്ച് അലക്കിയിരിക്കുകയായിരിക്കും. ഇത് മിക്സ് ചെയ്ത് അത് അതിലും വലിയ ആളായിരിക്കും. ഏകദേശം ഈ ലെവലിലായിരിക്കും അത് വീഴുന്നത്. അപ്പോൾ ഇതെന്തായും സംഗതി എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓഡിയൻസിന് അതെന്താണെന്ന് മനസ്സിലാവാത്ത അവസ്ഥ. അപ്പോഴാണ് ഈ കൊലവിളി നിർത്താൻ പറയണത്. അപ്പം അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ നമ്മളുടെ ഇൻ്റർവ്യൂ ആയിട്ട് വന്നപ്പോൾ നമ്മൾ അന്ന് സീനിയർ മോസ്റ്റ് ആളുണ്ടായിരുന്നത് ശശികുമാർ സാറാണ്. ഇത് പഴയ സ്കൂളാണ്. അപ്പോൾ സാറിനെയൊക്കെ നമുക്ക് കൺവിൻസ് ചെയ്യേണ്ടി വന്നു. സാറിൻ്റെയൊക്കെ സാധാരണ പ്രയോജനം വെച്ചാൽ നല്ല മനുഷ്യനെ എന്നെ വലിയ ഇഷ്ടമാണ്. വിടല്ലേ കുഞ്ഞ്, വിടല്ലേ എന്നുണ്ട്. ഏതോ ഒരു സീൻ പോലും വിടല്ലേ. സിനിമയിൽ പശ്ചാത്തല സംഗീതം ഒരു ഫില്ലർ പോലെ ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു പ്രവണത ഒരുപാട് കാലം നിലനിന്നിട്ടുണ്ട്. അതിപ്പോൾ നാടകത്തിൻ്റെ, പ്രൊഫഷണൽ നാടകത്തിൻ്റെയൊക്കെ ഒരു സ്വാധീനം സിനിമയിലുള്ളതുകൊണ്ടായിരിക്കാം. നിശബ്ദതകളെ പ്രേക്ഷകൻ സഹിക്കില്ല എന്നുള്ള ഒരു മിഥ്യാധാരണ കൊണ്ടായിരിക്കാം. പക്ഷേ നിശബ്ദതകളും സൃഷ്ടിക്കുന്നത് ഈ പശ്ചാത്തല സംഗീതകാരനാണ് എന്നതാണ് വാസ്തവം. ആ ഒരു അർത്ഥത്തിൽ അത്തരം എന്താ പറയുക, വളരെ നാടകീയമായ നിശബ്ദതകൾ സൃഷ്ടിക്കാനും കഴിവുള്ള ഒരു സംഗീത സംവിധായകനായിട്ടാണ്, ഒരു പശ്ചാത്തല സംഗീതക്കാരൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ജോൺസൻ്റെ ഒരു വലിയ ഒരു കഴിവായിട്ട് ഞാൻ വിലയിരുത്തുന്നത്. ഈ ത്രൂ ഔട്ട് ഒരു 10 മിനിറ്റോളം കേട്ടിരുന്ന ഈ ശബ്ദ കോലാഹലത്തിന് കുറച്ച് ഗ്രാജുവലി കുറച്ച് കൊണ്ടത് ആദ്യത്തെ കേസ്. പിന്നെ എനിക്ക് തോന്നുന്നത് എല്ലാം ഒരു താളത്തിലായിരുന്നു മിക്കതും പോയിക്കൊണ്ടിരുന്നത്. അതിൽ ഈ താളമില്ലാത്തൊരവസ്ഥ അന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ആരും ചെയ്തിരുന്നില്ല. നമ്മുടെ ഇങ്ങേര് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു RK ശേഖർ സാർ മാത്രം അങ്ങനെ മിടുക്കനായിരുന്നു. അപ്പോൾ കണ്ടക്ട് ചെയ്ത് വിത്തൗട്ട് റിതം കണ്ടക്ട് ചെയ്ത് പോകുന്നത് അദ്ദേഹം മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം മാത്രം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് അന്നത്തെ എല്ലാ മ്യൂസിക് ഡയറക്ടർക്കും ഇദ്ദേഹമാണ് ഓൾ ഇൻ ഓൾ, അതായത് അറേഞ്ചറും കണ്ടക്ടറും ഒക്കെ. അപ്പം അദ്ദേഹം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തലമുറക്ക് ഈ താളത്തിൽ തന്നെ. അപ്പം നമ്മൾ അവനെ അങ്ങ് പൊളിച്ചു. ഇപ്പം അത് സപ്പോസ് ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ചേസ് അതിന് മാത്രം അങ്ങനത്തെ ഒരു മൂഡുകൾക്ക് മാത്രം എക്സ്പ്ലിസിറ്റായിട്ട് റിതം വെച്ചിട്ട് ബാക്കി അതൊക്കെ റിതം ഇല്ലാതെ
ഇപ്പോൾ ഒരു സെൻറ്റിമെൻ്റൽ സീക്വൻസ് ആണെങ്കിൽ അത് വർക്ക് ചെയ്ത് പോകുന്നത് റിതമില്ലാതെയാണ്. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഒരിക്കലും ഈ സീനിനെ ഡിസ്റ്റർബ് ഇല്ല. അത് തക്ക 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 ഇങ്ങനൊരു സാധനം ഓഡിയൻസ് ഫീൽ ചെയ്യല്ലോ. എന്തോ ഒന്ന് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഫീലിംഗ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് ആ കമ്പോസ് ചെയ്യുന്ന നോട്ട്സിലാണ് അതിൻ്റെ മിടുക്ക്. പലപ്പോഴും സബ്ജക്റ്റോ ഇതൊന്നും അറിയാതെ നിലനിന്നിരുന്ന ഒരു പശ്ചാത്തല സംഗീത ഈ രീതിയെ പൊളിച്ചെഴുതിയിട്ടുള്ള ഒരാളാണ് ജോൺസൺ. കാരണം നമുക്കറിയാം ജോൺസൺ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവിടെ പശ്ചാത്തല സംഗീതം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു പരിധിവരെയും മനസ്സിൽ ചിരിക്കുമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയണ തിയേറ്ററിൽ കുറേ ശബ്ദം ഉണ്ടാക്കലാണ്, അല്ലെങ്കിൽ ലാഗ് വരാതെ സൂക്ഷിക്കലാണ് എന്നൊക്കെ പറയുന്ന കുറേ അബദ്ധധാരണകളിൽ മുന്നോട്ട് പോയിരുന്ന മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിൽ അർത്ഥപൂർണമായിട്ടുള്ള നിശബ്ദതയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്ത ഒരു പശ്ചാത്തല സംഗീതകാരൻ വേറെയില്ല. ജോൺസനെ കുറിച്ച് പറയുമ്പോൾ അയാളൊരു എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഒരു ചലച്ചിത്ര സംഗീത സബരിയാണ് നിവർത്തിച്ചു പോകുന്നത്. ഹി വാസ് എ പ്ലെയർ, ഹി വാസ് എ മ്യൂസീഷ്യൻ, ഹി വാസ് എ കമ്പോസർ. അപ്പോൾ അതിൻ്റെ ഓവറോൾ എന്ന് പറയുന്ന അതിൻ്റെ സമഗ്രമായ ഒരു 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 എന്താ പറയുക ധാരണയും അതിൻ്റെ പുറത്തുള്ള ഒരു എന്താ പറയുക വഴക്കവും ജോൺസൺ കൈവരിച്ചിരുന്നു. അത് ദേവരായ മാസ്റ്ററുടെ പാട്ടുകളുടെയും റീ റെക്കോർഡിങ്ങിൻ്റെയൊക്കെ ഒപ്പം ഇരുന്നുകൊണ്ട് മാഷ് പറയുന്ന നൊട്ടേഷൻസിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് ഓർക്കസ്ട്ര പ്ലേയേഴ്സിൻ്റെ ഇടയിലേക്ക് അതിനെ വിന്യസിപ്പിച്ച് അവരിൽ നിന്ന് ആ വർക്ക് വാങ്ങി മാസ്റ്റർ തൃപ്തിക്കൊത്ത് എത്തിച്ചു കൊടുക്കുന്നതിൽ അങ്ങനെയാണ് ജോൺസൻ്റെ ആദ്യ ഊഴം എന്ന് പറയുന്നത്. അതൊരു വല്ലാത്ത ഒരു സർവകലാശാലയിലും കിട്ടാത്ത രീതിയിലുള്ളൊരു ശിക്ഷണമാണ്. അതിൽ മാഷെ കൊണ്ട് നന്നായി എന്ന് പറയിപ്പിക്കാൻ കഴിയുക വളരെ അപൂർവം പേർക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം വേണ്ടുവോളം ജോൺസൺ ലഭിച്ചിട്ടുണ്ട്.